ഗുരുവും എല്ലാവർക്കും നമസ്കാരം. അപ്പം ശരി. അപ്പോൾ ഇന്ന് ഗുരുവിൻ്റെ 170ാമത് തിരുജയന്തി ദിനമാണ്. ഈ ദിവസം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഗുരുജയന്തി ആഘോഷവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ വളരെ വേദനാജനകമായ ഒരു സാഹചര്യം, വയനാട് ദുരന്തം, ഒരുപാട് ആത്മസഹോദരങ്ങളുടെ ജീവൻ പൊലിഞ്ഞ ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ചും ശിവഗിരി മഠത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ജയന്തി ആഘോഷം ആർഭാടരഹിതമാക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർഭാടത്തേക്കാൾ ഉപരി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പല പ്രധാന കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോൾ ഗുരുവിൻ്റെ ജന്മഗ്രഹമായ ചെമ്പഴന്തി ഗുരുകുലത്തിൽ ഉൾപ്പെടെ ഉള്ള ആഘോഷങ്ങളിൽ കലാപരിപാടികളും മറ്റും ഒഴിവാക്കി ഭക്തിനിർഭരമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് നമുക്കുള്ള സഹജീവി സ്നേഹം, അനുകമ്പ, ഇങ്ങനെയുള്ള ഗുരുദേവൻ പറഞ്ഞ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് കരുതി എവിടെയും ജയന്തി ആഘോഷം ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഇപ്പം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കുമ്പോൾ ശാസ്ത്രലോകം പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും എത്രയോ മുൻപേ ഗുരു പരിസ്ഥിതി സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരുന്നു. വളരെ വ്യക്തമായ സന്ദേശങ്ങൾ അതിന് നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ പാലിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നതിലൂടെയാണ് ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് പേറേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ജയന്തി ദിനം ഗുരുവിൻ്റെ പരിസ്ഥിതി പ്രാധാന്യങ്ങളായിട്ടുള്ള സന്ദേശങ്ങളെ സമൂഹ മനസാക്ഷിയിൽ എത്തിക്കുവാനുള്ള ഒരു യജ്ഞമായി കൂടി കാണേണ്ടുന്നതുണ്ട്. ഗുരുഗ്രാമം ഇതിനകം തന്നെ ഗുരുവിൻ്റെ പരിസ്ഥിതി പ്രധാനമായിട്ടുള്ള സന്ദേശങ്ങളെ ഓരോ ദിവസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിസ്ഥിതി ഈ ജീവൻ്റെ ആവാസ വ്യവസ്ഥിതി നിലനിർത്തുന്നതാണ്. അപ്പോൾ പരിസ്ഥിതി ദുർബലപ്പെടുത്തുന്ന ഒരു സംഗതിയും നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളത് മാത്രമല്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമാണ് ജീവകുലത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഗുരു അത് വളരെ മനുഷ്യനേക്കാൾ പ്രാധാന്യം ഒരു സന്ദർഭത്തിൽ, ഇപ്പോൾ ഈ ത്വരപൂണ്ട മനുഷ്യൻ ചത്തു വെണ്ണീറായാലും വേണ്ടില്ല, കാട്ടിലെ സാധു മൃഗങ്ങൾ സ്വൈര്യമായി കൊള്ളുമല്ലോ എന്ന് പോലും പറഞ്ഞ അവസരമുണ്ട്. വെച്ചാൽ മനുഷ്യനായിരിക്കണമെങ്കിൽ അവൻ ഈ പറഞ്ഞ സാമൂഹ്യ പ്രാധാന്യവും അതേപോലെ തന്നെ പരിസ്ഥിതി പ്രാധാന്യവും ഒക്കെ അറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ അവൻ മനുഷ്യനാകൂ എന്നുള്ള ഉദ്ബോധനമാണ് വാസ്തവത്തിൽ ഗുരുവിൻ്റെ പരിസ്ഥിതി പ്രാധാന്യമുള്ള സന്ദേശങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സുദിനം പരിസ്ഥിതി പ്രാധാന്യം എല്ലാവരെയും ബോധവത്കരിക്കുന്നതിനും ഇനിയും ഇമാതിരി ഒരു ദുരന്തം ഒരു സ്ഥലത്തും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകാതിരിക്കുവാൻ, മനുഷ്യൻ എവിടെയായിരുന്നാലും ഒന്നാണ്, മനുഷ്യൻ എവിടെ ഉണ്ടായാലും അവന് നഷ്ടമുണ്ടായാൽ അത് എല്ലാവർക്കും ബാധകവുമാണ്. അതുകൊണ്ട് ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, പരിസ്ഥിതി പ്രാധാന്യമുള്ള സന്ദേശങ്ങളെ പാലിക്കുവാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുരുവിൻ്റെ ഗുരുദർശനത്തിൻ്റെ സാമൂഹിക മാനം എന്നുള്ള ഒരു വിഷയത്തെ നമുക്ക് ഈ ചതയദിനത്തിൽ ചിന്തിക്കാം. നമുക്കറിയാം, ഗുരുവിനെ ഇന്ന് പല വീക്ഷണകോണുകളിലൂടെയാണ് വിലയിരുത്തപ്പെടുന്നത്. അധികമായും ഗുരുവിനെ വിലയിരുത്തപ്പെടുന്നത് ഗുരുവിൻ്റെ ദാർശനിക ആത്മീയതയ്ക്ക് അല്ലെങ്കിൽ ദാർശനികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടാണ് പ്രബലമായി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പം ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ദർശനം, അതിന് ഭാരതീയ തത്വചിന്തയോടുള്ള ബന്ധം, ഗുരുവിൻ്റെ ദർശനം വേദാന്തമാണ്, അദ്വൈതമാണ്, വേദ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിട്ടുള്ള തത്വങ്ങൾ തന്നെയാണ് ഗുരുവിൻ്റെ കൃതികളിലും പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന തരത്തിൽ ഗുരുവിൻ്റെ ദാർശനികതയെ ഹൈന്ദവ അല്ലെങ്കിൽ ഭാരതീയ തത്വചിന്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് അപഗ്രഥനം ചെയ്യുന്ന പണ്ഡിതരായിട്ടുള്ള ഒരു സമൂഹമുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ക്ലാസുകൾ
ഇതൊക്കെ സാർവത്രികമായി നമുക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഏത് തുറന്നാലും ഇതിലൂടെയെല്ലാം ധാരാളം ക്ലാസ്സുകൾ പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ദാർശനിക അല്ലെങ്കിൽ ഗുരുവിൻ്റെ വേദ ഉപനിഷത്തുക്കളോട് ചേർന്നു നിൽക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള അവതരണമാണ് ഇവിടെ എവിടെയും നമുക്ക് അധികമായി കാണാൻ കഴിയുന്നത്. ഇനി അങ്ങനെ ഒരു ചിന്താധാര അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് ഗുരുവിനെ ഭാരതീയ തത്വചിന്തയുടെ ഭാഗമാക്കുകയും വേദോപനിഷത്തുക്കളുടെ പിൻബലത്താൽ അല്ലെങ്കിൽ വേദ ഉപനിഷത്തുക്കളുടെ സാരസർവസ്വമാണ് ഗുരുവിൻ്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് സമർത്ഥിക്കുകയും അങ്ങനെ ഭാരതീയ വേദാന്തികളോട് തത്വജ്ഞാനികളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഭാരതീയ ഋഷി പരമ്പരയിലെ വളരെ പ്രബലമായൊരു കണ്ണിയാണ് ശ്രീനാരായണ ഗുരു എന്ന് വളരെ അനായാസം സമർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വളരെ ശക്തിപ്പെട്ടു വരുന്നൊരു കാലം കൂടിയാണിത്. അത്തരത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ആധ്യാത്മിക മാനത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ അത് ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസി അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി ഹിന്ദു മതത്തിൻ്റെ ഭാഗമായി സനാതനധർമ്മം എന്ന് ജാതി ഹിന്ദുക്കൾ പറയുന്ന വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഭാഗമായി ഗുരുവിനെ അവതരിപ്പിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറ്റൊരു കൂട്ടർ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി, നവോത്ഥാന നായകൻ എന്നിങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെന്നെത്തുന്നത്. അപ്പോൾ ഒരു ആശയം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു വശം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദാർശനികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതൊരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ ചെന്നെത്തുകയും ദാർശനികതയല്ല മറിച്ച് സാമൂഹിക പ്രാധാന്യം വിളിച്ചറിയിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെയുള്ള നിലയിൽ ഗുരുവിനെ വിലയിരുത്തുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായി ഗുരുവിനെ മാറ്റുന്ന തരത്തിലാണ് അതും വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഗുരുവിനെ ഏത് തരത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്നുകിൽ ദാർശനികമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് എത്തപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയം കീഴ്പ്പെടുത്തുന്നു. മറ്റൊരു തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സാമൂഹികമായ മാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെന്നെത്തുന്നു. ഇങ്ങനെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിടിവലിയിൽ ഗുരുദർശനം പെട്ടുപോയിരിക്കുന്നതായിട്ടാണ് വർത്തമാനകാല സാഹചര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗുരുവിൻ്റെ ദർശനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷമാക്കാൻ ശ്രമിക്കുന്ന, ഒന്ന് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ പക്ഷമാക്കാൻ ശ്രമിക്കുന്നു, മറ്റൊന്ന് കമ്മ്യൂണിസത്തിൻ്റെ പക്ഷമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ അതിൻ്റേതായ പദപ്രയോഗങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ഇനി വേറൊരു കൂട്ടർ, ഇത് രണ്ടുമല്ലാതെ മറ്റൊരു കൂട്ടർ ഗുരുവിനെ സഹോദരപക്ഷത്തു നിന്ന് കാണാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സഹോദരപക്ഷം എന്ന് പറയുന്ന ഒരു യുക്തിവാദത്തിൻ്റെ ഒരു തലമായാണ് ആ കൂട്ടർ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗുരുവിൻ്റെ ദിവ്യത്വത്തെയോ ദൈവീകത്വത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു ശക്തമായ ബ്രാഹ്മണ വിരോധത്തോട് ഒരു ബ്രാഹ്മണ വിരോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിന് ഉപോദ്ബലകമായി രാമസ്വാമി നായ്ക്കരെയും മഹാത്മാ അയ്യൻകാളിയെയും അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കറെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോട് ചേർത്ത് വെച്ചുകൊണ്ട്, അവരോട് സമാനവത്കരിച്ചുകൊണ്ട് ഗുരുവിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയും സമീപകാലത്തായി ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇത് ചില കാഴ്ചപ്പാടുകളോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്നതാണ് എന്ന് വേണം കരുതാൻ. നമുക്കത് ആ ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത്
ചില പ്രത്യേകിച്ചും ഗുരുവിനെ മതാധിഷ്ഠിതമായി കാണാൻ ശ്രമിക്കുന്നതിനോടുള്ള പ്രതിഷേധമായി രൂപപ്പെട്ടത് വരുന്നതാണ് ഈ കാഴ്ചപ്പാട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും അതൊന്നും തന്നെ ഗുരുവിനെ പൂർണ്ണരൂപത്തിൽ, ഇതേത് കാഴ്ചപ്പാടായിരുന്നാലും ഇതിലേത് കാഴ്ചപ്പാടാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാടും ശരിയല്ല എന്ന് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഗുരുവിശ്വാസികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർ, ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്നവർ ഏതെങ്കിലും വിധത്തിൽ ഇതിലേതെങ്കിലും ഒരു പക്ഷം പിടിക്കുവാനേ അവർക്ക് തരമുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്നുകിൽ അവർക്ക് ഈ ഭാരതീയ വേദാന്തത്തിൻ്റെ ഭാഗമായി അങ്ങനെ ചിന്തിച്ചു വരുമ്പം അത് ക്രമേണ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായും ഹിന്ദു മതത്തിൻ്റെ വക്താവായും ഗുരു മാറും. കുറഞ്ഞപക്ഷം ഭാരതീയ ഋഷി പരമ്പരയിലെ കണ്ണി എന്ന നിലയിൽ ഗുരുവിനെ വിലയിരുത്തുവാൻ അവർ പ്രേരിതരാകും. അറിയാതെ അങ്ങനെ ചെയ്തു പോകും. കാരണം ആ പ്രചരണം ആ തരത്തിലായി വരുമ്പം അങ്ങനെ തരത്തിൽ ചിന്തിക്കുവാൻ യുക്തിയുക്തമായ കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഗുരു ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്, ഗുരു സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരു എവിടെയെങ്കിലും ഒരു പാറപ്പുറത്തോ കുന്നിൻ്റെ മേലെയോ കുരിശ് നാട്ടിയിട്ടില്ല, നിസ്കാരപ്പള്ളി സ്ഥാപിച്ചിട്ടില്ല. അതേപോലെ വേറെ ഏതെങ്കിലും ഒരു ദേവതാസ്തുതി രചിച്ചിട്ടില്ല. ഇതെല്ലാം രചിക്കപ്പെട്ട സ്തുതികളെല്ലാം തന്നെ ഹൈന്ദവ ദേവീദേവന്മാരെ കുറിച്ചിട്ടാണ്. അതേപോലെ ഒരു സന്ദർഭത്തിൽ CV കുഞ്ഞിരാമൻ്റെയും മറ്റും നേതൃത്വത്തിൽ കേരളത്തിലെ ഈഴവ സമുദായം ക്രിസ്തു മതം സ്വീകരിക്കാനായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ശ്രീനാരായണ ഗുരു തടസ്സപ്പെടുത്തി. ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളുമാകട്ടോ. പക്ഷേ അതിനകത്തൊക്കെ ചില മറുവശങ്ങളുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ അറിയേണ്ടത്. ആ മറുവശം അറിയാതിരുന്നാൽ ഈ പറയുന്ന ഇതെല്ലാം തന്നെ വളരെ വസ്തുതാപരമാണ്. ഇത്രയേറെ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയ മറ്റൊരു സന്യാസി ഭാരതത്തിലില്ല. 100% ശരിയാണ്. ഈ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകളെല്ലാം തന്നെ ഹൈന്ദവ ദേവന്മാരെ ആണ്. അതും ഒരു പരിധിവരെ ശരിയാണ്. സ്തോത്രകൃതികളെല്ലാം തന്നെ ഹൈന്ദവ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. അതും ഏതാണ്ട് 100% എന്ന് പറയാൻ പറ്റും. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനെ നമുക്ക് ഒരു വസ്തുതാപരമായ സത്യം എന്ന് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. അതേപോലെ CV കുഞ്ഞിരാമനും മറ്റുമൊക്കെ ഒരു സമുദായം മൊത്തമായി ഹിന്ദുമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിൻ്റെ എന്താ പറയുക അപഹേളനത്തിൽ പ്രതിഷേധിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ പോയ സമയത്ത് ഗുരു അതറിഞ്ഞപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അത് ഏതെങ്കിലും മറ്റൊരു മതത്തോടുള്ള കൂറുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാതിരുന്നാൽ ഗുരു അങ്ങനെ അതിനെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ എടുത്ത് സമർത്ഥിക്കുമ്പോൾ ഒരു നിഷ്പക്ഷനായ ഒരു ഗുരുഭക്തന് അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ വരും. സ്വാഭാവികമായിട്ടും വേദ ഉപനിഷത്തുക്കളുടെ പശ്ചാത്തലത്തിൽ ഗുരുവിൻ്റെ കൃതികളെ വ്യാഖ്യാനിക്കുവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത്തരം രീതിയിലാണ് ഈ ഗുരുവിൻ്റെ കൃതികളെ വ്യാഖ്യാനിച്ച് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വേറിട്ട ഒരാശയം രൂപപ്പെട്ടു വരുവാൻ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ആദ്യകാല വ്യാഖ്യാതാക്കളിൽ ഞങ്ങളെ വെച്ച് നോക്കിയാൽ ഇപ്പം ശാസ്ത്രി സാറിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നാലും നടരാജ ഗുരുവിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നാലും പോറ്റി സാറിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നാലും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നാലും ഒക്കെ തന്നെയും ഭാരതീയ തത്വചിന്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് വേദപുരാണങ്ങളോട് പ്രസ്ഥാനത്രയത്തോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പഠിതാവിന് ആ തരത്തിൽ മാത്രമേ ചിന്തിക്കുവാൻ എളുപ്പമാകൂ. എന്നാൽ കുറച്ചുകൂടെ അതിനെ ഒരാഴത്തിൽ പഠിക്കണമെന്നുള്ള മറ്റൊരു ആത്മപ്രേരണയാൽ പഠിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് വേറിട്ട ഒരാശയം രൂപപ്പെട്ടു വരുവാൻ ഇടയുണ്ടാകുന്നത്. അതൊരു വശം. മറുവശത്ത് നവോത്ഥാന നായകൻ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, സാമൂഹ്യ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ദൃഷ്ടിയിൽപ്പെട്ട പോലും ദോഷമുള്ളതുമായ ആശാൻ പാടിയ ആ ഒരു കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. അത് നമ്മൾ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയത്തക്കവണ്ണം ഇത്രയും സാമൂഹിക പുരോഗതി കൈവരിച്ചതിൽ മറ്റനേകം മഹാത്മാക്കളോടൊപ്പം ശ്രീനാരായണ ഗുരുവിനും പ്രാധാന്യമുണ്ട് എന്നുള്ളതും
എന്ന് മാത്രമല്ല മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വിശാലമായ തലത്തിൽ, കുറച്ചുകൂടെ വ്യാപകമായ തലത്തിൽ, കുറച്ചുകൂടെ അടിസ്ഥാനപരമായ മാറ്റം വരുത്തിയത് ഗുരുവാണ് എന്നുള്ളതിനാൽ നവോത്ഥാന നായകൻ എന്നുള്ള ഒരു വിശേഷണം കൂടി ചേർത്ത് പറയുന്നു. അപ്പം നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ മഹത്വം കൂടുന്നു എന്ന തരത്തിൽ, ആ തരത്തിൽ ചിന്തിക്കുന്നവർ പൊതുവേ അതിനകത്തൊരു വസ്തുതയുണ്ട്. ഈ നേരത്തെ ഗുരുവിൻ്റെ കൃതികളുടെയും ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെയും ദേവതകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഗുരുവിനെ ഹൈന്ദവവത്കരിക്കുന്നത് പോലെ തന്നെ ചരിത്രപരമായ വസ്തുത ഈ വിഷയത്തിലുമുണ്ട്. അപ്പോൾ ഇതിനെയും നിഷേധിക്കാനൊക്കില്ല, അതിനെയും നിഷേധിക്കാനൊക്കില്ല. അപ്പം ഇന്നിപ്പോൾ ഗുരുവിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇതിലേതിൽ പെടും എന്നുള്ളതാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്, പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൽ കൃതികളോട് ചേർന്ന് നിന്ന് പറയുകയാണെങ്കിൽ അത് ഹൈന്ദവവത്കരിക്കുവാൻ എളുപ്പമാവും. അതല്ല, ഗുരുവിൻ്റെ ചെയ്തികളെ, ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഗുരുവിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഈ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി അവതരിപ്പിക്കുവാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഗുരുവിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ രാഷ്ട്രീയവത്കരണം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ നിഷ്പക്ഷമായി അല്ലെങ്കിൽ ഗുരുപക്ഷത്തു നിന്നുകൊണ്ട്, ഇതിൽ രണ്ടും പെടാത്തൊരു ഗുരു ഉണ്ടല്ലോ എന്തായിരുന്നാലും, അല്ലെങ്കിൽ ഇതും അപ്പം നോക്കുമ്പം ഇനി ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് പോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ ഗുരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഗുരു കവിയല്ലേ? ഇപ്പോൾ സാഹിത്യം നോക്കുകയാണെങ്കിൽ ഗുരുവിൻ്റെ കവിതകളോളം ശ്രേഷ്ഠമായ സാഹിത്യ പ്രധാനങ്ങളായിട്ടുള്ള കവിതകൾ വേറെ എവിടെ കിട്ടും? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുരു കവിയല്ലേ? ഗുരു ഭിഷഗ്വരനല്ലേ? ഗുരു എത്രയോ പേരുടെ രോഗം മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുരു നിർദ്ദേശിച്ച മരുന്നുകൾ കൊണ്ട് എത്രയോ പേരുടെ രോഗം മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുരുവിനെ ഭിഷഗ്വരൻ എന്ന് വിളിച്ചുകൂടെ? ഇങ്ങനെ മറ്റനവധി കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇടം ഉണ്ട്. അങ്ങനെ ഓരോന്നിനെയും പ്രകീർത്തിച്ച് അല്ലെങ്കിൽ ഓരോന്നിനെയും വിലയിരുത്തിക്കൊണ്ട് അതൊരു പക്ഷമായി കണ്ടുകൊണ്ട് ഗുരുവിനെ ഗുരുവിനെക്കുറിച്ചൊരു സമ്യക്കായിട്ടുള്ള, ഒരു സുവ്യക്തമായിട്ടുള്ള, ഒരു ഏകീകൃതമായ കാഴ്ചപ്പാട് ഉണ്ടാകാതിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി മറ്റൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി ഗുരുവിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ സഹോദരപക്ഷം എന്ന് പറഞ്ഞാൽ, സഹോദരപക്ഷം എന്ന് അവർ പറയുന്നത് അതിൻ്റെ യുക്തി ഭാഗം, യാതൊരു സംശയവും വേണ്ട, ഗുരുവിനോളം യുക്തി ചിന്തയുണ്ടായിരുന്ന മറ്റൊരു ആത്മീയ ആചാര്യനെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഗുരുവിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത്ര യുക്തിസഹമായിരുന്നു. അതുകൊണ്ടാണ് സഹോദരനയ്യപ്പനെ പോലുള്ളൊരു യുക്തിവാദിക്കും ഗുരു സ്വീകാര്യനായത്, സഹോദരനയ്യപ്പനെ ഗുരുവിനും സ്വീകാര്യനായത് എന്നു കരുതി ഗുരുവിൻ്റെ ദിവ്യത്വത്തെയും ഗുരുവിൻ്റെ ദാർശനികതയിലെ ദൈവിക മാനങ്ങളെയും നിഷേധിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, സഹോദരൻ അയ്യപ്പൻ തന്നെ ഗുരുവിൻ്റെ ദിവ്യത്വത്തെ നിഷേധിച്ചിരുന്നോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരൻ അയ്യപ്പനെ കൂടുതൽ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ, അറിയാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഗുരുവിൻ്റെ നിർവ്വാണ ഘട്ടത്തിൽ, നിർവ്വാണപ്രാപ്തിയിൽ സഹോദരൻ അയ്യപ്പനുണ്ടായ വേദന, സഹോദരൻ അയ്യപ്പൻ ഏതെല്ലാം വാക്കുകൾ കൊണ്ടാണ് ഗുരുവിനെ പ്രകീർത്തിക്കുന്നത്, അതൊക്കെ ആലോചിക്കുമ്പം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സഹോദരൻ അയ്യപ്പനൊരു നിരീശ്വരവാദി എന്നുള്ളതാണോ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ചിത്രം? എന്ന് മാത്രമല്ല, യുക്തിചിന്ത മാറ്റിവെക്കണമെങ്കിൽ ഞാൻ മാറ്റിവെക്കാം, പക്ഷേ ഞാൻ ഗുരുവിനെ മാറ്റിവെക്കില്ല എന്ന് സഹോദരനാൽ തന്നെ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം സഹോദരനയ്യപ്പൻ്റെ കാഴ്ചപ്പാട് ഗുരുവിൻ്റെ ദർശനത്തോടുള്ള വേറിട്ട ഒരു കാഴ്ചപ്പാടാണ്. വേറിട്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു ആംഗിളിലൂടെയുള്ള കാഴ്ചപ്പാടാണ്. അവിടെയും 100% ഗുരു ശരിയാകുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു ശതമാനം പോലും ഗുരു ന്യൂനമായി മാറുകയല്ല, അവിടെയും 100% ശരിയാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ കാഴ്ചപ്പാടുള്ളവർ ഗുരുവിനെ മഹാത്മാ അയ്യൻകാളിയോടും ഡോക്ടർ BR അംബേദ്കറോടും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സമാനവത്കരിച്ചുകൊണ്ട്, അപ്പം ചേർത്ത് വെക്കേണ്ടി വരും. കാരണം എന്താ, കാഴ്ചപ്പാട് ഇപ്പം അംബേദ്കറുടെ ഭരണഘടന എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ സൃഷ്ടിയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അംബേദ്കറുടെ ഭരണഘടന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗുരുദർശനത്തിൻ്റെ ആത്മാവാണ്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനാ വിദഗ്ധനായ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ചെയർമാനായിരുന്ന നമ്മുടെ ഡോക്ടർ മോഹൻ ഗോപാൽ സാറിൻ്റെ വാക്കുകളാണിത്. ഇന്ത്യൻ ഭരണഘടന എന്നത്
ഗുരുവിൻ്റെ ആത്മാവാണെന്നാണ് ഡോക്ടർ മോഹൻ ഗോപാൽ സാർ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പം ഭരണഘടന രചിച്ച അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടും ഗുരുവിൻ്റെ കാഴ്ചപ്പാടും ചേർന്ന് നിൽക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അവിടെ ഡോക്ടർ BR അംബേദ്കറെയും ശ്രീനാരായണ ഗുരുവിനെയും സമാനവത്കരിക്കുന്നത് എത്രത്തോളം യുക്തിസഹമാണ്, എത്രത്തോളം ശരിയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച മഹാത്മാ അയ്യങ്കാളി, പക്ഷേ അത് ആ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് മഹാത്മാ അയ്യങ്കാളി ചെയ്ത പ്രവർത്തനം നിസ്തുലമാണ്. അത് ആർക്കും അതിനെ ചെറുതായി കാണാൻ പറ്റുന്നതല്ല. പക്ഷേ മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും സമാനവത്കരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നത്. നമുക്കിതിലേതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കാനല്ലാതെ ഗുരുപക്ഷത്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം അല്ലെങ്കിൽ മലയാളി സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. കാരണം ഗുരുവിനെ യഥാർത്ഥമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിലേതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചേർന്ന് പോകുക. ഇപ്പോൾ ഒരു അഭിപ്രായം, ഇപ്പം ഞാനൊരു അഭിപ്രായം പറയുന്നെങ്കിൽ അതിനെ ഒന്നുകിൽ ഈ മതവത്കരണവാദികളുടെ പക്ഷത്തേക്ക് അതിനെ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ പക്ഷത്തേക്ക് ചേർത്ത് വയ്ക്കുക, അതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സഹോദരപക്ഷം എന്ന് ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. കാരണം സഹോദരപക്ഷം വളരെ ശരിയായ പക്ഷമായിരുന്നു. പക്ഷേ സഹോദരപക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വികലമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ ഒരു പക്ഷത്തോട് നമുക്ക് എത്രത്തോളം ചേരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഇതിലേതെങ്കിലും ഒരു പക്ഷത്തിലേക്ക് നാം അറിയാതെ ചെന്നുപെടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പക്ഷേ നമ്മൾ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുന്നു, യഥാർത്ഥമായി വസ്തുനിഷ്ഠമായി ശരിയായ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗുരുവിൻ്റെ ആധ്യാത്മികതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെയും പ്രാധാന്യം ഗുരുവിൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടിനുമുണ്ട്. അതുകൊണ്ട് സാമൂഹ്യമായ കാഴ്ചപ്പാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുവിൻ്റെ ആധ്യാത്മികതയെ പ്രകീർത്തിക്കുന്നതിനും അർത്ഥമില്ല, അതും പൂർണ്ണമാവില്ല. അതേപോലെ തന്നെ ഗുരുവിൻ്റെ ആത്മീയതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുവിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചാൽ അതും പൂർണ്ണമാവില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്നുപോലെ സമന്വയിക്കണം. അപ്പം അതുകൊണ്ടാണ് നടരാജഗുരു ഗുരുവിൻ്റെ ദർശനത്തെ ജ്ഞാനകർമ്മ സമന്വയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗുരുദർശനം വാസ്തവത്തിൽ നടരാജഗുരുവിൻ്റെ ആ വാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ ദർശനം ജ്ഞാനകർമ്മങ്ങളുടെ സമന്വയമാണ്. ജ്ഞാനത്തിനും പ്രാധാന്യമുണ്ട്, കർമ്മത്തിനും പ്രാധാന്യമുണ്ട്. കർമ്മത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ജ്ഞാനവും ജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ടുള്ള കർമ്മത്തിനും പ്രസക്തിയില്ല. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ഇത് രണ്ടുമാണ്. ഒന്നുകിൽ അത് ജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ടുള്ള കർമ്മ പക്ഷത്തായിരിക്കും ആ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ കർമ്മത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ജ്ഞാനപക്ഷമായിരിക്കും. ഇത് രണ്ടും ഒന്നുപോലെ ദുർബലമാണ്, അപൂർണമാണ്. അപ്പം ഗുരുവിനെ നമുക്ക് ജ്ഞാനകർമ്മങ്ങളുടെ സമന്വയം എന്ന് വിശേഷിപ്പിക്കേണ്ടത്. പക്ഷേ ഈ ആദ്യമായി ഈ വിശേഷണം ഉണ്ടായത് റൊമൈൻ റൊണാൾഡിൽ നിന്നാണ്. ഞാൻ ഇൻ ഓഫ് ആക്ഷൻ എന്ന ഗുരുവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഞാൻ ഇൻ ഓഫ് ആക്ഷൻ, കർമ്മജ്ഞാനി, ഏറ്റവും നല്ല പദം കർമ്മജ്ഞാനി. അപ്പോൾ ഗുരുവിനെ കർമ്മജ്ഞാനി എന്നാദ്യമായി ഉദ്ഘോഷിച്ചത്, പ്രകീർത്തിച്ചത് റൊമൈൻ റോളണ്ടാണ്. അപ്പോൾ അതെന്താ, ഗുരുവിനെ നമ്മൾ വീക്ഷിക്കുമ്പം ഗുരു ഈ ജ്ഞാനകർമ്മങ്ങളുടെ സമന്വയമാണ് ഭാരതത്തിൽ ഗുരുവിനെ വ്യതിരിക്തനാക്കുന്നത്. നമുക്കൊരുപാട് ആചാര്യം, ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ ദർശനങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഗുരുവിനെ ഭാരതീയ ഋഷി പരമ്പരയിലെ കണ്ണിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഭാരതീയ ഋഷി പരമ്പരയിൽ മറ്റൊരു ഋഷിയും ഈ ജ്ഞാനകർമ്മ സമന്വയം സാധ്യമാക്കിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരെല്ലാം ജ്ഞാനത്തിൻ്റേതായ വശത്തിലൂടെ പോകുന്നു, ജ്ഞാനമാർഗം സ്വീകരിക്കുന്നു, ജ്ഞാനം ഉദ്ബോധിപ്പിക്കുന്നു. അവിടെ വിസ്മരിക്കപ്പെടുന്നത് സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ സമൂഹം ഇത്ര വികൃതമായി, ഇന്നത്തെ പോലെയുമല്ല. ഇന്ന് ജാതി എല്ലാവരുടെ അകത്തുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ അന്ന് ജാതി പുറത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യരെ തരം തിരിച്ചിട്ട് ഇതര മൃഗങ്ങളെക്കാൾ മോശമായി മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി
ഉണ്ടാകപ്പെട്ടത്, ഗുരുവിൻ്റെ കാലത്ത് നിലനിന്നത് അതിനു മുൻപുണ്ടായിരുന്ന ഈ ഋഷിമാരാരും തന്നെ സാമൂഹികമായ വിഷയങ്ങൾക്ക് പരിഗണന കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. അവരെല്ലാം തന്നെ ജ്ഞാനമാർഗം സ്വീകരിച്ച് പോയത് കൊണ്ടാണ്. അവരെല്ലാം ജ്ഞാനികളായിരുന്നു. അപ്പോൾ ആ ജ്ഞാനികളുടെ പക്ഷത്ത് അല്ലെങ്കിൽ ആ ജ്ഞാനികളുടെ ശ്രേണിയിൽ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ചേർക്കാൻ കഴിയുക? ആ ജ്ഞാനികളുടെ പക്ഷത്ത് ആ ജ്ഞാനത്തെ പേറിക്കൊണ്ട് കർമ്മത്തിന് അല്ലെങ്കിൽ സാമൂഹികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം ഗുരു കൽപ്പിച്ചു എന്ന് മാത്രമല്ല, സമൂഹത്തിൽ പരിവർത്തനത്തിന് വേണ്ടി ഗുരു ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഗുരുവിനെ ഒരു ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. അത് ഗുരുവിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഗുരു ബ്രഹ്മവിത്താണ്. അപ്പോൾ എന്താ, നിർവ്വാണപ്രാപ്തിക്ക് ശേഷം ശരീരത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർവ്വാണപ്രാപ്തിനെ, അത് ദർശനമാലയിലെ തരംതിരിക്കുന്നത്. അതിൽ ബ്രഹ്മവിത്താണ് ഗുരു എന്ന് ഗുരുവിനെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഗുരു നിർവ്വാണപ്രാപ്തനാണ്. അതേമാതിരി പൂർണ്ണമായും ഒരു സാധാരണക്കാരനെ പോലെ കർമ്മം ചെയ്യുകയും ചെയ്ത ഗുരുവാണ്. ഈ അങ്ങനെ ഒരു സമൂഹത്തെ പരിഗണിക്കുന്ന ഒരു ജ്ഞാനമാർഗം നമുക്ക് ഭാരതത്തിൽ സുലഭമല്ലെന്നല്ല, അത് വളരെ ദുർലഭമാണ്. അപ്പം ജ്ഞാനം കൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുന്ന ഒരു പ്രക്രിയ ഗുരുവിലൂടെയാണ് ലോകം കാണുന്നത്, സമൂഹം കാണുന്നത്. അപ്പം അതാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഗുരുവിനെ പഠിക്കുന്നവർ തിരിച്ചറിയേണ്ടുന്നത്. അപ്പോൾ ഈ ജ്ഞാനകർമ്മങ്ങളുടെ സമന്വയം, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ജ്ഞാനകർമ്മ സമന്വയ കർമ്മം എന്നുള്ള സാമൂഹ്യ പ്രാധാന്യം എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തി എന്നുള്ള പ്രവൃത്തി മാർഗമാണല്ലോ സമൂഹത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ജ്ഞാനത്തെ എങ്ങനെ സാമൂഹിക പരിവർത്തനത്തിനു വേണ്ടി വിനിയോഗിക്കാം എന്ന് തെളിയിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്ത മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. അത് ഇപ്പം പലരും ഈ സാമൂഹിക പ്രാധാന്യത്തെ വിസ്മരിക്കുമ്പോൾ, സാമൂഹ്യ പ്രാധാന്യത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ ഗുരുദർശനം അപ്രസക്തമാകും. പിന്നെ ഈ സാമൂഹ്യ പ്രാധാന്യത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ദർശനത്തിലെ പ്രതിപാദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ പലയിടത്തും കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഗുരുവിൻ്റെ ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ പലരും ഇത് വേദത്തിലുള്ളതാണ്, ഇത് ഉപനിഷത്ത് പ്രോക്തമാണ്, ഇത് ഉപനിഷത്ത് സമാനമാണ്, ഇത് ഗീതയിൽ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചേർത്ത് പറയുന്നത് അവിടെയെല്ലാം നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെയെല്ലാം പരിഗണിക്കപ്പെടാതെ പോകുന്നത് ഗുരുവിൻ്റെ സാമൂഹികമായിട്ടുള്ള പ്രവൃത്തികളാണ് അല്ലെങ്കിൽ സാമൂഹിക മാനമാണ്. അപ്പോൾ സാമൂഹിക മാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ ജ്ഞാനമാർഗം സ്വീകരിക്കുന്നത് അപൂർണമായിരിക്കും. അപ്പം ഇത് രണ്ടും ഒന്നുപോലെ പോകണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം മുൻപ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച രണ്ട് രാഷ്ട്രീയ സമീപനങ്ങളുണ്ടല്ലോ, ഈ രണ്ട് രാഷ്ട്രീയ സമീപനവും സമന്വയിക്കുന്ന ഒരു പക്ഷമാണ് ഗുരുപക്ഷം. ഇത് രണ്ടും ചേരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസവും പറ്റത്തില്ല, അതേപോലെ തന്നെ ഇപ്പുറത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയവും പറ്റത്തില്ല. അപ്പോൾ ഇന്നിപ്പം ഗുരുവിൻ്റെ ദർശനത്തെ കമ്മ്യൂണിസത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നു. അവരെ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിൽ വിലയിരുത്തുന്നു, നവോത്ഥാന നായകൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നു. മറുഭാഗത്ത് ഇല്ല, ശ്രീനാരായണ ഗുരു ഭാരതീയ തത്വചിന്തയുടെ ഭാഗമാണ്, അദ്വൈതിയാണ്, വേദാന്തിയാണ്, വേദം ഉൾക്കൊണ്ടിരുന്ന ആളാണ്, ഉപനിഷത്തിൻ്റെ അതേമാതിരി ഇവിടെ തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഉപനിഷത്ത് യുക്തി രഹസ്യം ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ളതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരിക്കലും സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിൽ വിലയിരുത്തപ്പെടാവുന്ന ആളല്ല, മറിച്ച് ഗുരു ഞങ്ങളുടെ പക്ഷമാണ്, മതത്തിൻ്റെ ഭക്തമാണ്, ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്, ഹിന്ദു മത ആചാര്യനാണ് എന്ന് മറുഭാഗം പറയുന്നു. അതുകൊണ്ട് എന്താ, ശ്രീനാരായണ ഗുരു ഞങ്ങളുടേതാണ്. അപ്പം മതവാദികൾ ഗുരുവിനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ പുരോഗമനവാദികൾ ഇങ്ങോട്ട് പിടിക്കുന്നു. പുരോഗമനം എന്നുള്ളത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിലാണ് കേട്ടോ. എത്രത്തോളം പുരോഗമനം ഉണ്ടെന്നൊക്കെ ഉള്ളത് ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ശരി, സാമൂഹ്യ പ്രാധാന്യം കൊടുക്കുന്നവർ ഗുരുവിനെ ഞങ്ങളുടേതാക്കുന്നു, അവരുടേതാക്കുന്നു. അതല്ല, മതത്തിൻ്റെ വക്താക്കൾ ഗുരുവിനെ. അപ്പം ഞാനിവിടെ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമന്വയമാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ കമ്മ്യൂണിസവും
അതേപോലെ തന്നെ ഈ മതവും കൂടെ ചേരുമ്പോഴത്തേക്കും എന്താകുന്നുവോ, ഇത് കൂടി ചേരുമോ, അത് ചേരുമോ ചേരാതിരിക്കുകയോ. പക്ഷേ ഇത് രണ്ടും മാറി നിൽക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും അവകാശപ്പെടാവുന്ന ഒന്നല്ല ശ്രീനാരായണ ദർശനം. ഇത് രണ്ടിൻ്റെയും സമന്വയമാണ്. ഗുരുവിൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായും ഇത് മനസ്സിലാവും. ഇപ്പം ഗാന്ധിജി ഗുരുവുമായി സംഭാഷണത്തിന് വേണ്ടി വന്നു. ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നു, മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം പര്യാപ്തമല്ലേ? അപ്പോൾ ഗുരു അവിടെ അപ്പം ഗാന്ധിജി പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താ? ഹിന്ദുമതം പര്യാപ്തമാണ് എന്ന് ഗുരു പറയും എന്നുള്ളതാണ്, പറയണം എന്നുള്ളതാണ് ഗാന്ധിജി പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം അതാണ്. പക്ഷെ ഗുരു വളരെ യുക്തിപൂർവം എന്ത് ചെയ്യുന്നു? ഇതര മതങ്ങളിലും മോക്ഷപ്രാപ്തിക്ക് മാർഗങ്ങളുണ്ടല്ലോ, ഈ ഇതര മതങ്ങളും അതിന് പര്യാപ്തമാണല്ലോ എന്ന തരത്തിൽ മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഗാന്ധിജി ഉദ്ദേശിച്ച മറുപടി കിട്ടിയില്ല. വീണ്ടും ചോദിക്കുമ്പോൾ ഗുരു പറയുകയാണ്, മനുഷ്യർക്ക് മോക്ഷത്തേക്കാൾ പ്രാധാന്യം ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണല്ലോ. അപ്പം മോക്ഷമെന്ന് പറയുന്നത് ഒരഭൗമമായ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ ഒരു സംഗതിയാണെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവസന്ധാരണത്തിന് അനിവാര്യമായിരിക്കുന്നത് അവൻ്റെ സാമൂഹികമായ സുരക്ഷിതത്വമാണ്, ലൗകികമായ സുരക്ഷിതത്വം ഗുരുവിൻ്റെ വാക്കാണ്. അപ്പം മനുഷ്യൻ്റെ ലൗകികമായ സുരക്ഷിതത്വം ഉപേക്ഷിച്ചിട്ടൊരു മോക്ഷത്തിന് എന്താ പ്രസക്തി എന്നാണ് ഗുരു ഗാന്ധിജിയെ തിരുത്തുന്നത്. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, എത്ര യുക്തമായ മറുപടിയാണ്. ഇപ്പം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പം നമുക്ക് ജീവസന്ധാരണത്തിനാവശ്യമായ മനുഷ്യരായി ജീവിക്കാൻ, സമൂഹത്തിൽ ജീവിക്കുവാൻ, പൊതു ഇടത്തിൽ ജീവിക്കുവാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് മോക്ഷത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അവിടെ? അപ്പം എന്നിട്ട് ഗുരു പറയുന്നു സാമൂഹിക സുരക്ഷിതത്വത്തെ പ്രതീക്ഷിച്ച്. അപ്പോൾ ഗുരു മതത്തെ ഉൾക്കൊള്ളുന്നത് പോലും മതത്തിൻ്റെ ആധ്യാത്മികമായ മാനത്തേക്കാൾ കൂടുതൽ മതത്തിൻ്റെ സാമൂഹികമായ മാനത്തിൽ നിന്നുകൊണ്ടാണ്. എന്താ സാമൂഹ്യ മാനം എന്ന് പറഞ്ഞാൽ? മതം മനുഷ്യന് സുരക്ഷിതത്വം കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. സാമൂഹികമായ സുരക്ഷിതത്വം, സാമ്പത്തികമായ സുരക്ഷിതത്വം, തൊഴിൽപരമായ സാധ്യതകൾ, സംരക്ഷണം, ഇതെല്ലാം നോക്കൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇപ്പം ക്രിസ്തുമതം കേരളത്തിൽ, ഇന്ത്യയിൽ ഇത്രയും ശക്തിപ്പെടാൻ കാരണം എന്താ? ഇപ്പം ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ഒക്കെ ശക്തിയിൽ ഭയപ്പെട്ടിട്ടാണ് ഭൂരിപക്ഷ മതമായ ഹിന്ദുമതം ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുക്കൾ ഒന്നാണ് എന്ന ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായത് വാസ്തവത്തിൽ ഈ ന്യൂനപക്ഷ മതങ്ങളുടെ സംഘടിത ശക്തി കണ്ട് ഭയപ്പെട്ടിട്ടാണ്. ഭയപ്പെട്ടു, നമ്മളെ കീഴ്പ്പെടുത്തും എന്ന് എപ്പോഴും പറയില്ലേ. ഇസ്ലാം മതം ഇത് കീഴ്പ്പെടുത്തും, അവർ രാജ്യം പിടിച്ചെടുക്കും, ഇങ്ങനെ. അപ്പം ഈ പിടിച്ചെടുക്കുന്നതിൽ ഭയപ്പെട്ടിട്ടാണ് ഈ ഭൂരിപക്ഷ മതം എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇസ്ലാം മതം അല്ലെങ്കിൽ ഇതര ന്യൂനപക്ഷ മതങ്ങൾ ഇന്ത്യയിൽ ഇത്രയും ശക്തി പ്രാപിച്ചില്ലായിരുന്നു എങ്കിൽ ഈ മുദ്രാവാക്യം ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്താ, ഇപ്പം നോക്കുമ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF ഭരിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ എത്ര മന്ത്രിമാരുണ്ടാകും, മുസ്ലിം ലീഗിൻ്റെ എത്ര മന്ത്രിമാരുണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ അപ്പം ഹിന്ദു ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു മതത്തിൻ്റെ വക്താക്കളായിട്ടുള്ള മന്ത്രിമാരുടെ എണ്ണം വളരെ കുറവായിരിക്കും, ഇല്ലേ? അപ്പം ഇനി ഈ സ്ഥിതി തുടർന്നു പോയാൽ ഒരു ഹിന്ദു മന്ത്രി പോലും ഇല്ലാതാകുമെന്ന് ഭയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹിന്ദുക്കൾ സംഘടിക്കേണ്ടത് ആവശ്യം വന്നു. ഓർമ്മിക്കണം, അപ്പോൾ ഈ ന്യൂനപക്ഷ മതങ്ങൾ സംഘടിച്ച് ശക്തരായി അവർ അധികാരം കൈയാളുന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് ഭൂരിപക്ഷ മതത്തിന് അത് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഗുരു പറയുകയാണ്, സാമൂഹിക സുരക്ഷിതത്വത്തെ കരുതി ആരെങ്കിലും മതപരിവർത്തനം ചെയ്യുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയുവാൻ ആകുകയില്ല. ആരോടാ പറയുന്നത്? ഗാന്ധിജിയോടാണ്, മഹാത്മാഗാന്ധിജിയോടാണ്. അപ്പോൾ ഈ ക്രിസ്തുമതം ഇന്ത്യയിൽ ശക്തിപ്പെടാൻ കാരണം, ഇസ്ലാം മതം ഇന്ത്യയിൽ ശക്തിപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ്? ആ മതം ആ മതാനുയായികൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷിതത്വത്തിൽ നിന്നാണ്. അപ്പോൾ ആ സാമൂഹ്യ സുരക്ഷിതത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം മതം മനുഷ്യർക്ക് സാമൂഹിക സുരക്ഷിതത്വം നൽകുന്നു എന്ന കാരണത്താലാണ് ശ്രീനാരായണ ഗുരു മതത്തെ അംഗീകരിക്കുന്നത്. കാരണം അത് മനുഷ്യൻ്റെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്.
സാമൂഹിക സുരക്ഷിതത്വം. സാമൂഹിക സുരക്ഷിതത്വം ഇല്ലാതെ മനുഷ്യർക്ക് പുരോഗമിക്കുവാൻ എളുപ്പമല്ല. മനുഷ്യർക്ക് ധ്യാനിക്കാം, ജപിക്കാം, ഇതൊക്കെ ആവാം. പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിലും ആഹാരം കഴിക്കണ്ടേ? വേണ്ടേ? ആഹാരം കഴിക്കാതെയും പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്തിയാലല്ലേ ഇതെല്ലാം സാധിക്കൂ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കണ്ടേ? നമ്മൾ ഗൃഹസ്ഥരായിരിക്കുമ്പോൾ, ഒരു മതത്തിൻ്റെ വക്താവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനാണ്. അപ്പോൾ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? മക്കളെ വളർത്തണ്ടേ? അപ്പോൾ ഇതിനെല്ലാം പണം വേണ്ടേ? അവർക്ക് തൊഴിൽ വേണ്ടേ? പിള്ളേർക്ക് നല്ല പള്ളിക്കൂടത്തിൽ പഠിക്കുവാൻ അവസരം വേണ്ടേ? പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ വേണ്ടേ? ഈ വക കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഓഫർ ചെയ്താൽ അതിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലെന്ന് ഗുരു പറഞ്ഞിട്ട് 1 വർഷമായി, ഒരു നൂറ്റാണ്ടായി. ഓർമ്മിക്കണം. ഇന്നിപ്പോൾ സമൂഹത്തിൽ അത്തരത്തിൽ ആരെങ്കിലും ശക്തരായിട്ടുണ്ടെങ്കിൽ അത് ഗുരു കൊടുത്ത ഈ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ടാണെന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല. ഗുരു അനുവദിച്ചു കൊടുക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ ആകുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയല്ലേ. അപ്പം മതം ആ അനുയായികൾക്ക്, വിശ്വാസികൾക്ക് സുരക്ഷിതത്വം, സാമൂഹിക സുരക്ഷിതത്വം കൊടുക്കണം എന്നുള്ളത് ഗുരുവിൻ്റെ സാമൂഹിക വീക്ഷണത്തിൻ്റെ സാമൂഹിക വീക്ഷണമാണ്. അല്ലെങ്കിൽ പിന്നെ മതത്തിന് പ്രസക്തിയില്ല. അപ്പം മതം പ്രസക്തമാകണമെങ്കിൽ മതം എന്തു ചെയ്യണം? മതാനുയായികൾക്ക്, ബഹുഭൂരിപക്ഷവും മതാനുയായികളാണ്. മതം ഇല്ലാത്തവരായി കുറേ പേരെങ്കിലും ഉണ്ടായത് ഈ മതത്തിൻ്റെ ദുഷ്ചെയ്തികൾ കൊണ്ടാണ്, അല്ലാതെയല്ല. ഇപ്പം സമൂഹത്തിൽ മതത്തോട് വെറുപ്പുള്ളവർ ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട്. മതം മതമില്ലാത്ത രാജ്യങ്ങളിൽ സന്തോഷമുണ്ട് എന്ന് സന്തോഷമുണ്ട് എന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നവർ ധാരാളമാണിന്നും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മതത്തിൻ്റെ നന്മയേക്കാൾ മതത്തിൻ്റെ തിന്മ വർദ്ധിച്ചു എന്ന കാരണത്താലാണ്. മതത്തിൻ്റെ തിന്മ, പൗരോഹിത്യം മതത്തെ കീഴ്പ്പെടുത്തിയിട്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് മതപുരോഹിതന്മാർ ഒരു പറ്റം പിടിച്ചുപറിക്കാരെ പോലെയാകുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് മതത്തോട് പ്രതികൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മതത്തോടുള്ള വിരോധമല്ല. വാസ്തവത്തിൽ മതത്തിൻ്റെ പൗരോഹിത്യം മതത്തെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ ദുഷ്ചെയ്തികളോടുള്ള പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ മതവിരോധമായി മാറുന്നത്. ഗുരു മതത്തിൻ്റെ നന്മയാണ് കാണുന്നത്. മതത്തോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് മേലധ്യക്ഷന്മാരുടെ, മതപുരോഹിതന്മാരുടെ ദുഷ്ചെയ്തികളോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഇന്ന് പലരും മതവിരോധികളാകുന്നത്. ഗുരു എന്തുകൊണ്ട് മതവിരോധിയായില്ല? കാരണം ഗുരുവിന് വളരെ കൃത്യമായും ബോധ്യമുണ്ട് മതം കൊണ്ട് മനുഷ്യന് പ്രയോജനമുണ്ട്. കാരണം മതം സമൂഹത്തിലെ ഏറ്റവും ശക്തമായ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മതം ഒരു പ്രസ്ഥാനമാണ്, അത് ഏറ്റവും ശക്തിയുള്ളതാണ്. അതിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ വരുമ്പോൾ മേലധ്യക്ഷന്മാരെ കാണുന്നത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കാരണം എന്താ? നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏറ്റവും ശക്തമെന്ന അല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് മതപ്രസ്ഥാനങ്ങൾ. കാരണം വോട്ട് ബാങ്കുകളാണെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്താ, ഇലക്ഷൻ വരുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളും, അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭേദമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയും മതമേലധ്യക്ഷന്മാരുടെ സങ്കേതങ്ങളിൽ കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ് സൂചിപ്പിക്കുന്നത്? മതം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ ശക്തമായ സാമൂഹിക പ്രസ്ഥാനമാണ് എന്നാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗുരു ഈ നിലപാടിലാണ് മതത്തെ സ്വീകരിക്കുന്നത്, മതത്തെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഗുരു മതത്തെ അംഗീകരിക്കുന്നത്. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പം ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തു, ക്ഷേത്രങ്ങളെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം ക്ഷേത്രങ്ങൾ ആവശ്യമില്ല, ഇപ്പം നമ്മുടെ ബോധാനന്ദ സ്വാമിയൊക്കെ ക്ഷേത്ര ധ്വംസനം ഒരു വ്രതമായി എടുത്ത മഹാത്മാവായിരുന്നു, ശിഷ്യനായിരുന്നു ഗുരുവിൻ്റെ. ക്ഷേത്രങ്ങൾ ഇടിച്ചു തകർക്കുകയാണ് ധർമ്മപട സംഘത്തിൻ്റെ പ്രധാന കർത്തവ്യം. അപ്പോൾ ഗുരു ചോദിച്ചു, ബോധാനന്ദ ഇത്രയും വേണമോ എന്ന്. ഉണ്ടോ? ആ ചോദ്യത്തിന് ഒരു ദ്വയാർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ മനുഷ്യരെ അന്ധരാക്കുന്നുണ്ട്, ജാതി വളർത്തുന്നുണ്ട്, അനാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോഴും
ഗുരു അവിടെയും തപ്പിച്ചെന്ന് അതിൻ്റെ ഒരു നന്മ കാണുകയാണ്. എന്താണത്? ക്ഷേത്രങ്ങൾ വിശ്വാസികളെ ശാരീരശുദ്ധിയോടുകൂടി കുളിച്ച് നനച്ച് വൃത്തിയായി വരുവാനും ഒന്നിച്ചു കൂടുവാനും ശുദ്ധമായ അന്തരീക്ഷത്തിൽ ഈശ്വര വിശ്വാസത്തിൽ ഒത്തുകൂടുവാനും നല്ല വായു ശ്വസിക്കുവാനും നല്ല ഭക്ഷണം കഴിക്കുവാനും ഒക്കെ അവസരമൊരുക്കുന്നൊരു ഇടമാണ് ക്ഷേത്രം. കണ്ടോ, അവിടെ ക്ഷേത്രത്തിൻ്റെ ദൈവീക മാനത്തിനപ്പുറത്തേക്ക് ഗുരു അതിൻ്റെ സാമൂഹിക മാനത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ക്ഷേത്രത്തെ ഗുരു പ്രോത്സാഹിപ്പിച്ചത്. അപ്പം ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പല ദീക്ഷണാശാലികളും ക്ഷേത്ര നിർമ്മാണത്തെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഗുരുവിനോട് സംവേദിച്ചപ്പോഴും ഗുരു പറയുന്നു, ക്ഷേത്രം ഒരു മൂലയ്ക്കിരുന്നോളട്ടെ, അവിടെ ഒരു മൂലയ്ക്കിരുന്നോളട്ടെ. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉദ്യാനവും വായനശാലയും വിദ്യാലയവും വ്യവസായശാലയും ഒക്കെ ഉണ്ടാവണം. കണ്ടോ, അപ്പം ഈശ്വര വിശ്വാസത്തിൽ ഒന്നിച്ചു ചേർന്നവരെ കൊണ്ട് സാമൂഹിക പുരോഗതിക്ക് ഉതകുന്നതായ പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. അങ്ങനെയാണ് കേരളത്തിൽ ഇന്ന് പല പള്ളിക്കൂടങ്ങളും ഉണ്ടായിട്ടുള്ളത്, പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. നോക്കിയേ, അപ്പം സാമൂഹികമായ മാനം, സാമൂഹിക പുരോഗതിക്ക്, മനുഷ്യൻ്റെ പുരോഗതിക്ക് മതം സഹായകമാകും. എങ്ങനെയാണെങ്കിൽ മതം ഈ ആചാരവിശ്വാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ഇപ്പം അത് ഈ സോഷ്യോളജിയിൽ റിലീജിയനെ നിർവചിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒരു സാമൂഹിക ശാസ്ത്ര സമീപനമാണ്. റിലീജിയൻ ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അപ്പം ഗുരു ആ സാമൂഹിക ശാസ്ത്രത്തിൽ നമ്മുടെ യുവാക്കൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സാമൂഹിക ശാസ്ത്രത്തിൽ മതത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണെങ്കിൽ ഗുരു ആ ശാസ്ത്രീയ സമീപനത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഈ നിർവചനം ഉണ്ടാകുന്നതിനും എത്രയോ മുൻപേ ഗുരു മതത്തിൻ്റെ സാമൂഹിക മാനം തിരിച്ചറിഞ്ഞിരുന്നു, അത് ഉദ്ബോധിപ്പിച്ചിരുന്നു. അപ്പം ഗുരുവിൻ്റെ ഗുരുദർശനം വ്യതിരിക്തമാകുന്നത്, വ്യത്യസ്തമാകുന്നത് ഈ സാമൂഹിക മാനത്തിലാണ്. അപ്പോൾ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക വീക്ഷണം ഗുരുവിന് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ പല ഇടങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ടാക്കി. അരുവിപ്പുറത്ത് ഓർമ്മിക്കണം, അരുവിപ്പുറത്ത് ക്ഷേത്രം ഉണ്ടാക്കിയതോടൊപ്പം തന്നെ വിദ്യാലയം സ്ഥാപിച്ചു കേട്ടോ. പക്ഷേ ആ വിദ്യാലയം സമീപകാലം വരെ പുരോഗമിക്കാതിരുന്നു. അതിനെ ആരും അത്ര പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നില്ല. സമീപകാലത്തത് പുനരുദ്ധരിച്ച് വരുന്നുണ്ട്. അപ്പം ഓർമ്മിക്കണം, അരുവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതോടൊപ്പം തന്നെ വിദ്യാലയം സ്ഥാപിച്ചു. പല ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും വിദ്യാലയം സ്ഥാപിച്ചു. അപ്പം ക്ഷേത്രത്തിന് തുല്യമായി വിദ്യാലയം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസം വേണം, ഒപ്പം അതിലൂടെ അറിവും വേണം. അപ്പോൾ അവിടെ ഒരു സമന്വയത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലൊരു സമീപനം ഭാരതത്തിലെ മറ്റൊരു ഋഷിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെയാണ് ഗുരു വ്യത്യസ്തനാകുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിതമായ ഓരോ ക്ഷേത്രവും വെറുമൊരു ക്ഷേത്രമെന്ന നിലയിൽ ഒരു ജാതി ഹിന്ദുക്കളുടെ ക്ഷേത്രം പോലെ, ഒരു ഹിന്ദു മതത്തിൻ്റെ ആരാധനാ കേന്ദ്രമായ ക്ഷേത്രത്തെ പോലെ ആരാധനയും പൂജയുമായി മാത്രം പരിപാലിക്കപ്പെടേണ്ടതല്ല. ആ ക്ഷേത്രങ്ങൾക്ക് വേറിട്ട ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ? അത് സാമൂഹികമായ മാനമാണ്, അത് സാമൂഹിക പുരോഗതിയാണ്. അപ്പോൾ സാമൂഹിക പുരോഗതിക്കുതകുന്നതായിട്ടുള്ള സംരംഭങ്ങൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉണ്ടാവണം. ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് എന്താ ഉള്ളത്? കേവലം സദ്യാലയം മാത്രമാണ്. അപ്പോൾ ഈ സദ്യാലയങ്ങളെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ആൾക്കാർ നല്ല AC ഹാളിലേക്ക് വിവാഹം മാറ്റുകയും ചെയ്തു. ഇന്നിപ്പം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കല്യാണം വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സദ്യാലയമല്ല ഉണ്ടാക്കേണ്ടുന്നത്. സദ്യാലയം ഉണ്ടാക്കിയാൽ അത് പരാജയത്തിലേക്കേ പോകൂ. മനുഷ്യർ പുരോഗമിക്കുന്നതനുസരിച്ച് അവർ പുത്തൻ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്, കൂടുതൽ സൗകര്യത്തിലേക്ക് പോകുകയാണ്, കൂടുതൽ ആൾക്കാർക്ക് വന്നു ചേരാൻ പറ്റുന്ന ഇടം, വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇടം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഓപ്ഷൻ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സദ്യാലയങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണത മാറ്റിയിട്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഗുരു പറഞ്ഞ മാതിരി വിദ്യാലയങ്ങൾ ഉണ്ടാവണം, വ്യവസായശാലകൾ ഉണ്ടാവണം.
ഇത് ക്രിസ്തു മതത്തിൽ നിങ്ങൾ നോക്കൂ. ക്രിസ്തു മതത്തിൽ കൃത്യമായും ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ പള്ളിയോടനുബന്ധിച്ചും പള്ളിക്കൂടങ്ങളുണ്ട്, വ്യവസായശാലകൾ അല്ലെങ്കിൽ അതുരാലയങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കണം. അപ്പം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ അത് ക്ഷേത്രങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതല്ലല്ലോ. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ സാമൂഹ്യമായി തിരസ്കരിക്കപ്പെട്ടവർക്ക്, ഈ ദൈവവിശ്വാസികൾക്ക് അവരുടെ ദേവതയെ ആരാധിക്കുവാൻ കഴിയാതെ വന്നൊരു പശ്ചാത്തലത്തിൽ ഗുരു അവർക്ക് അത് സാധിച്ചു കൊടുക്കൂ. ഒപ്പം അതിൽ നിൽക്കരുത്, നിങ്ങൾ ദേവതയെ ആരാധിച്ച് മാത്രം കഴിയരുതെന്നുള്ള ഉദ്ബോധനമാണ് ഈ മറ്റു സന്ദേശങ്ങൾ. ഉദ്യാനങ്ങൾ വേണം, വായനശാല വേണം, പിന്നെ വിദ്യാലയം വേണം, വ്യവസായശാല വേണം എന്നൊക്കെയുള്ള ഉദ്ബോധനം ആയിക്കോട്ടെ. നിങ്ങൾക്ക് ദൈവത്തെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ ദൈവത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവിടെ വെറും അന്ധമായൊരു വിശ്വാസമല്ല ഗുരു അവലംബിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കല്ല ഗുരു വിശ്വാസികളെ നയിക്കുന്നത്. അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം, അത് വളരെ അത്യാവശ്യം. പക്ഷെ ആ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം അവർക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അത് ദൈവാനുഗ്രഹം എന്നുള്ളത് മറ്റൊരു വശമാണ്. കർമ്മം ചെയ്യുക തന്നെ വേണം. ദൈവം തന്നുകൊള്ളും എന്ന് പറയുകയല്ല. ദൈവത്തിന് കയ്യും കാലുമില്ല. നമ്മൾ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിന് കയ്യും കാലുമില്ല. കയ്യും കാലും ഉള്ളത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കണം. അപ്പോൾ മനുഷ്യൻ പ്രവർത്തിച്ച് മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകണം. ഇപ്പം നോക്കൂ, ഒരു ആതുരാലയം ഉണ്ടാക്കുമ്പോൾ അവിടെ എന്താ, രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നു. അങ്ങനൊരു ഒരു സംരംഭം, ആശുപത്രി, എത്രയോ പേർക്ക് ജോലി നൽകാം, എത്രയോ പേർക്ക് ആശ്വാസമാകുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായും ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന പണം അവർ ഈടാക്കുന്നതിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ നടന്നു പോകുന്ന ഒരു സംരംഭമായി കൂടി അത് മാറുന്നു. വ്യവസായശാലകൾ ഉണ്ടാകട്ടെ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവട്ടെ, അപ്പോഴും അവിടെ സംഭവിക്കുന്ന എന്താ, മനുഷ്യരുടെ പുരോഗതി. അപ്പം അതെല്ലാം സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തികമായ വരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ ലോകത്തേതെങ്കിലും ഒരു സന്യാസി, ഈ പറഞ്ഞ ഋഷി പരമ്പരയിലെ ഏതെങ്കിലും ഒരു ഋഷി വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ നമ്മൾ ഋഷി എന്ന് പറയുമോ? അപ്പോൾ ഋഷിത്വത്തിനൊക്കെ പുത്തൻ മാനങ്ങൾ ഉണ്ടാവുകയാണ് ഗുരുവിലൂടെ. വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. കാരണം എന്താ, മനുഷ്യർ സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ മനുഷ്യന് ഈ പറഞ്ഞ ആധ്യാത്മികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പം വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക, കൃഷി രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് കേട്ടോ ഉദ്ബോധനം. കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് വികസിക്കാൻ സാധിക്കുമോ? നമ്മുടെ ഈ മണ്ണെല്ലാം വേണ്ടതുപോലെ വിനിയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എത്രയാകുമായിരുന്നു? മണ്ണിനെ വിസ്മരിച്ച് ഇന്ന് കർഷകരെല്ലാം സമരത്തിലല്ലേ? ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, നമ്മൾ ഒരു ആഹാരം കഴിക്കുമ്പം ഈ ആഹാരം എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിൻ്റെ പിന്നിലുള്ള വിയർപ്പ് നിങ്ങൾ തിരിച്ചറിയണം. കർഷകൻ്റെ അധ്വാനത്തിൽ നിന്നാണ് നമ്മുടെ മേശപ്പുറത്ത് ആഹാരം വരുന്നത്. അപ്പോൾ കൃഷി രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. കർഷകനെയാണ് ആദരിക്കേണ്ടത്. കർഷകനാണ്, ആരാണോ അന്നം തരുന്നു അവനാണ് നമ്മുടെ തമ്പുരാൻ. കർഷകനാണ് നമ്മുടെ തമ്പുരാൻ അല്ലേ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്നത് ആരാണ്? കർഷകനാണ്. ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. കണ്ടോ, മറ്റു തമ്പുരാന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഗുരു ഈ അടിസ്ഥാനവർഗത്തെ, മനുഷ്യന് അന്നവും വസ്ത്രവും നൽകുന്നവനെ, ഈ കർഷകനെ തമ്പുരാനാക്കുന്നു. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയണ്ടേ? അപ്പോൾ ഗുരുവിൻ്റെ സാമൂഹിക മാനം എന്ന് പറയുന്നത്, ഗുരു ഈ സാമൂഹ്യ പ്രാധാന്യമുള്ള സന്ദേശങ്ങൾ, അതേപോലെ ഇന്നിപ്പോൾ അതെല്ലാം വിസ്മരിക്കുക. അപ്പം മനുഷ്യർ നന്നാവണമെങ്കിൽ അടിസ്ഥാനപരമായി അവന് സാമ്പത്തികം ഉണ്ടാവണം. അതിന് വ്യവസായമാണ് ഏറ്റവും നല്ലത്. ഗുരു സഹോദരനയ്യപ്പന് പണം കൊടുത്ത് സഹായിച്ചപ്പോൾ ഗുരു പറഞ്ഞു, വിദ്യ ധനമാകും, ധനം വിദ്യയാകും. കണ്ടോ, അവിടെയും ആ വിദ്യ എന്ന് പറഞ്ഞ അമൂല്യമായ ധനത്തെ സാമ്പത്തികമായ ധനം ഉണ്ടാക്കാനുള്ള വഴിയായി കാണുന്നു. വൈദ്യം പഠിക്കണം. വൈദ്യം പഠിച്ചാൽ സമ്പത്തുണ്ടാക്കാം. ഇന്നിപ്പോൾ എല്ലാം മക്കളും ഡോക്ടറാകാൻ ശ്രമിക്കുന്നില്ലേ? ഇത് ഗുരുവിൻ്റെ ഉദ്ബോധനത്തിൻ്റെ ഒരു തിരിശേഷിപ്പാണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ അത് കാര്യക്ഷമമായി പ്രായോഗികമാക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക്, മുതിർന്നവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതേപോലെ ഇനി വിദ്യയും ധനവും ഒക്കെ ഉണ്ടായാൽ ഇതൊക്കെ
ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? മദ്യം വിഷമാണ്. അപ്പോൾ ഗുരുദർശനത്തിൻ്റെ സാമൂഹിക മാനം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ വക്താക്കൾ ഈ സമൂഹത്തെ പുറകോട്ടടിക്കുന്ന, സമൂഹത്തെ പിന്നാക്കം കൊണ്ടുപോകുന്ന ഇത്തരം ദുഷ്ചെയ്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാൻ കഴിയുന്നവരാവണം. മദ്യത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാൻ കഴിയണം. മദ്യനിരോധനം വേണം, മദ്യവർജനം അതും വേണം. നിങ്ങൾക്കറിയാമല്ലോ, മദ്യം ഉണ്ടാക്കരുത്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നാണ് ഗുരുവിൻ്റെ കൽപ്പന. മദ്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യനിരോധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ രണ്ടായി പിരിച്ചു. നിരോധനവും മദ്യവർജനവും. മദ്യവർജനം മതി എന്നൊരു കൂട്ടർ, മദ്യനിരോധനം വേണമെന്ന് മറ്റൊരു കൂട്ടർ. എന്നാൽ നിങ്ങൾ ഓർമ്മിക്കണം, ഗുരുവിൻ്റെ സന്ദേശത്തിൽ മദ്യവർജനവും മദ്യനിരോധനവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മദ്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ മദ്യവർജനം തന്നെ. കൊടുക്കരുത്, കുടിക്കരുത്. കണ്ടോ, കൊടുക്കരുതെന്നുള്ളതും വർജനത്തിൻ്റെ ഭാഗമാണ്. കുടിക്കരുത്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്. അത് ഉണ്ടാക്കുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്. എന്താ അത്? മദ്യ നിരോധനം. കുടിക്കരുത്, മദ്യവർജനം. കണ്ടോ, അപ്പം മദ്യനിരോധനവും മദ്യവർജനവും സമന്വയിക്കുന്നുണ്ട് ഗുരുവിൻ്റെ മദ്യവിരുദ്ധ സന്ദേശത്തിൽ. ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഗുരുവിൻ്റെ സാമൂഹ്യ മാനമാണത്. കാരണം എന്താ? മനുഷ്യൻ വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഉയർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന ഏറ്റവും നിജമായ ഒരു മേഖലയാണിത്. അപ്പം മദ്യഷാപ്പുകൾ, ബാറുകൾ ഒക്കെ തുറന്നു വെച്ചിട്ട് മദ്യം മനുഷ്യൻ കുടിക്കരുതെന്ന് പറയുന്നത് നിരർത്ഥകമാണ്. ഇനി ബോധവത്കരണം കൊണ്ട് മാത്രമാവത്തില്ല. അപ്പോൾ ബോധവത്കരണം മാത്രം പോരാ, നിരോധനവും മാത്രം പോരാ, രണ്ടും വേണം. ബോധവത്കരണവും വേണം, നിരോധനവും വേണം. പക്ഷെ അതിനൊക്കെ മുൻകൈ എടുക്കുവാൻ ഗുരുവിനോട് പ്രതിപത്തിയുള്ളവരുണ്ടാവണം. ഇനിയിപ്പോൾ രണ്ട് പ്രസ്ഥാനങ്ങൾ, രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഗുരുവിനെ ഇങ്ങനെ വടംവലിക്കുമ്പോൾ ഇവർക്കാർക്കും ഈ സാമൂഹ്യമാനത്തോട് യാതൊരു താല്പര്യമില്ലല്ലോ. ഉണ്ടോ? ഇന്നിപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? ഇന്ന് മദ്യത്തിന് പുത്തൻ വെർഷൻ വന്നു, ലഹരിക്കടിമയാവുന്നു. ഈ യുവാക്കളെല്ലാം വളരെയേറെ ഇതിന് കീഴ്പ്പെട്ടു പോകുന്നു. അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിനോടൊന്നും പ്രതിരോധിക്കുവാൻ ഒരു ശ്രീനാരായണ പ്രസ്ഥാനവുമില്ല, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ പക്ഷത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഗുരുവിൻ്റെ ദർശനം പഠിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും, ഇപ്പോൾ ഈ പരിഷ്കർത്താവെന്ന് വിശേഷിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ മതത്തിൻ്റെ വക്താവാണ് എന്ന് പറയുന്നവരോ ഈ സാമൂഹ്യമാനത്തെ അല്ലെങ്കിൽ ഈ സാമൂഹ്യമായ വിഷയങ്ങളെ അവർ കൈയൊഴിയുന്നു. ലഹരി എതിരെ പ്രവർത്തിക്കുവാൻ, കുഞ്ഞുങ്ങളെ ബോധവത്കരിക്കുവാൻ, കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, അങ്ങനൊരു ലഹരിക്ക് ഈ യുവാക്കൾ, യുവതികൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടാതിരിക്കുവാൻ ബദ്ധശ്രദ്ധരാകേണ്ടവരാണ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വക്താക്കൾ. അത് നമ്മൾ വിസ്മരിക്കുന്നു. നമ്മൾ കൃതികൾ ധാരാളം ചൊല്ലും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സകല കൃതിയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചൊല്ലി പഠിക്കുന്നവരാണ്. അത് ഏറ്റവും നല്ലതാണ്, ആയിക്കോട്ടെ. പക്ഷേ അതേ സമയം അത് ചൊല്ലിപ്പഠിക്കുന്നവർ മറുഭാഗത്ത് ഈ ഒരു കാര്യത്തെ കൂടി പ്രതിരോധിക്കുവാൻ ശ്രദ്ധരാകേണ്ടതാണ്. അതേപോലെ ജാതി, മതം, ഇപ്പം ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ജാതിയെ അരക്കിട്ടുറപ്പിക്കുന്നു, അതിനൊക്കെ നമ്മൾ നിന്നുകൊടുക്കുന്നു. അതേപോലെ ഇപ്പം നോക്കൂ, മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തിലേക്കാണ് രാജ്യം പോകുന്നതെന്ന് വേണം കരുതാൻ. അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ബാധ്യതയുള്ളവരാരാണ്? ഗുരുവിൻ്റെ വക്താക്കളാണ്. കാര്യം മതത്തോടുള്ള ഗുരുവിൻ്റെ നിലപാട് ഗുരു വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പം രാജ്യം മതവത്കരിച്ചു പോകുമ്പോൾ നോക്കൂ, അതിന് ഭാഗമാകുന്നു ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറയുന്നതിൽ പരം ആത്മഹത്യാപരമായ നിലപാട് എന്താണുള്ളത്? ആലോചിച്ച് നോക്കൂ. അപ്പം മതത്തെക്കുറിച്ച് ഗുരു കൽപ്പിച്ചിട്ടുള്ളത് കൃത്യമായും ഉൾക്കൊള്ളുകയും ആ മതനിലപാടിൽ ഓരോ വ്യക്തിയെയും ഉറപ്പിക്കുവാൻ, മതമെന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യമായ ആചാരത്തിലുള്ള വ്യത്യാസത്തിലല്ല നമ്മൾ കാണേണ്ടുന്നത്. മതത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്ന ആധ്യാത്മികതയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ആചാരങ്ങളുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ എന്തിന് മതങ്ങൾ തമ്മിൽ തല്ലുകൂടിക്കണം? അപ്പോൾ അതിന് എന്തിനിത്ര പ്രാധാന്യം കൊടുക്കണം? അപ്പോൾ ഓരോ മതവും അവരുടെ ആചാരങ്ങൾ പാലിക്കട്ടെ എന്ന് കരുതിയാൽ പോരെ.
അപ്പോൾ ഓരോ മതത്തിനും ആ മതത്തിൻ്റേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് ഓരോ മതവും അനുഷ്ഠിക്കട്ടെ. അതിനെ എന്തിന് പിന്നെ അതിലിടപെടണം? അതിൻ്റെ പേരിൽ എന്തിന് ചണ്ട കൂടണം? അതിൻ്റെ പേരിൽ എന്തിന് യുദ്ധമുണ്ടാക്കണം? അപ്പം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുവാൻ ആഗോളതലത്തിൽ ലോകത്തെ എവിടെയും മതത്തോട് വളരെ എന്താ പറയുക മൃദുവായ ഇത്ര പ്രാധാന്യം എന്തിന് മതത്തിന് കൊടുക്കണം? ഇങ്ങനെയൊക്കെയുള്ള ബോധവത്കരണം ഉണ്ടാവേണ്ടുന്നത് ഗുരുവിൻ്റെ വക്താക്കളിൽ നിന്നാണ്, ഗുരുവിൻ്റെ ദർശനത്തെ പേറുന്നവരിൽ നിന്നാണ്. അപ്പോൾ അവർ മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തുവാനും ക്ഷീണിപ്പിക്കുവാനും പിന്നെ മതദ്വേഷിക്കാനും ഒക്കെ പോവുകയും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഗുരുദർശനത്തിന് വിരുദ്ധമാണ്. അപ്പോൾ എല്ലാ മതത്തെയും ഒന്നുപോലെ കാണുന്ന, എല്ലാ മതത്തോടും സാഹോദര്യം പുലർത്തുന്ന ഒരു മതബോധം സൃഷ്ടിക്കുവാൻ കേരളത്തിലെന്നല്ല ലോകത്തെവിടെയും സൃഷ്ടിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനമാണ് ശ്രീനാരായണ പ്രസ്ഥാനം. ഞാൻ വളരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധികൾ പോപ്പുമായി അടുത്ത് നിൽക്കുന്നതും സർവമത സമ്മേളനം ഗുരുദേവൻ ലോകത്താദ്യമായി സർവമത സമ്മേളനം നടത്തിയ ആലുവ അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി വത്തിക്കാനിൽ പോപ്പിനെ കണ്ട് പോപ്പിൻ്റെ അധ്യക്ഷതയിൽ സർവമത സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ സർവമത സമ്മേളനത്തിൻ്റെ അന്തർദേശീയ മാനം ഇത് ലോകം നേരത്തെ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് വരെ നമ്മളിത് വിസ്മരിച്ചിരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴെങ്കിലും ഈ സർവമത സമ്മേളനത്തിനൊരു അന്തർദേശീയമായ മാനം കൊടുക്കുവാൻ ശിവഗിരി പ്രസ്ഥാനത്തിന് കഴിഞ്ഞത് വളരെ ശ്ലാഘനീയമാണ്. അപ്പം ശിവഗിരി മഠം ഈ സർവമത സമ്മേളനത്തെ ലോകത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ കൂട്ടക്കൊലകളൊന്നും ഇസ്രായേലിലൊക്കെ നടക്കുന്ന ഇത് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണിയെയും സ്ത്രീകളെയും ഒക്കെ ചുട്ടരിക്കുന്ന ഇത് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഇത്തരം ദുഷ്ചെയ്തികൾ ലോകത്തെവിടെ അരങ്ങേറിയാലും അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് ഉണ്ട്. കാര്യം ഗുരു ഇത് അവതരിപ്പിച്ചിട്ട് ഒരു 100 വർഷം, ഒരു നൂറ്റാണ്ട് കൊണ്ട് സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇപ്പം നമ്മളിത് ഗുരുവിൻ്റെ 170ാമത് ജയന്തി നമ്മളിങ്ങനെ ആശയപരമായി സംവേദിക്കുമ്പോഴും ഇതിന് വിരുദ്ധമായ ചെയ്തികൾ, പ്രവൃത്തികൾ, കൊടും ക്രൂരതകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കപ്പെടുകയാണ്. അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ ഈ ജയന്തി നമുക്ക് ആ തിരിച്ചറിവുണ്ടാകുവാൻ ഈ ജയന്തി നമുക്ക് പ്രേരണ നൽകേണ്ടുന്നതാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ സാമൂഹിക മാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ ഈ സാമൂഹ്യ പ്രാധാന്യമുള്ള സന്ദേശങ്ങൾ, മനുഷ്യർ നന്നാകാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ, മനുഷ്യർ മതമേതായാലും മനുഷ്യൻ നന്നാകണം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനും. ഇന്നിപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ചണ്ട കൂടുന്നു, മതത്തിൻ്റെ പേരിൽ ചണ്ട കൂടുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ഈ സാമൂഹിക പ്രാധാന്യമുള്ള സന്ദേശങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ഈ ജയന്തി ദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അല്ലാതെ അത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയും വേറൊരു കൂട്ടർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്താൽ ഗുരു അവിടെ വിഭജിക്കപ്പെടുകയാണ്. ഗുരുവിനെ പൂർണ്ണരൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ, നമുക്ക് ഉൾക്കൊള്ളുവാൻ, നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഈ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളും ആധ്യാത്മികമായ വിഷയങ്ങളും ഒന്നുപോലെ സമന്വയിക്കണം. അവിടെയാണ് ഗുരുവിൻ്റെ തിരുരൂപം സുവ്യക്തമാകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളെ അടർത്തി മാറ്റുകയും ആധ്യാത്മികമായ വിഷയങ്ങളെ അടർത്തി മാറ്റുകയും ചെയ്താൽ ഗുരുവിനെ നമ്മൾ പങ്കിട്ടെടുക്കുന്നത് പോലെയാണ്. ഗുരുവിനെ പങ്കിടുകയല്ല, ഗുരുവിനെ ഒന്നായി ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ് വേണ്ടുന്നത്. അപ്പം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ? നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ സാമൂഹ്യ പ്രാധാന്യം എന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ മനുഷ്യൻ്റെ പുരോഗതിക്ക് ഉതകുന്ന, സാമൂഹ്യ പുരോഗതിക്ക് ഉതകുന്ന സന്ദേശങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൂടാ. ഗുരുവിൻ്റെ ആധ്യാത്മികമായ മാനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഇത് രണ്ടും സമന്വയിക്കണം. ഒരു കൂട്ടർ നവോത്ഥാന നായകന്മാർ എന്ന് പറയുമ്പം അവരെ കുറ്റപ്പെടുത്തുന്ന ആധ്യാത്മിക പക്ഷക്കാർ ഇതിനെ കൊണ്ടുപോയി ആധ്യാത്മികം പറഞ്ഞു കൊണ്ടുപോയി മതത്തിൽ ചേർക്കുന്നു. അതും ഈ പറഞ്ഞതുപോലൊരു വലിയ കള്ളക്കളിയാണ്. ഇതെല്ലാം തിരിച്ചറിയുവാൻ പ്രാപ്തി ഉണ്ടാവണം ഗുരുവിൻ്റെ ഫോളോവേഴ്സിന്, അനുഭാവികൾക്ക്, അല്ലെങ്കിൽ അനുയായികൾക്ക്.
ഈ ഒരു തിരിച്ചറിവുണ്ടാകുവാനാവട്ടെ ഈ ജയന്തി ആഘോഷങ്ങൾ. അതിന് നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ളൊരു കരുത്തും പ്രാപ്തിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വിഷയം ഇങ്ങനെ സമാപിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.